ഇപ്പൊ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ ഒരു യുദ്ധം ഉണ്ടാവുകയാണെങ്കിൽ ആ യുദ്ധത്തിൽ ഇന്ത്യ ജയിക്കുക, ഇന്ത്യയുടെ മണ്ണ് നഷ്ടപ്പെടാതിരിക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അവിടെ ഈ പറഞ്ഞ പോലെ ആൾക്കാർ പിന്നെ നിങ്ങളുടെ വിമാനം നഷ്ടപ്പെട്ടോ, അയ്യോ വിമാനം നഷ്ടപ്പെട്ടില്ലേ, ഈ പറയുന്നതിലൊന്നും കാര്യമില്ല. ഇപ്പൊ കഴിഞ്ഞ ദിവസം ഒരു ട്രോള് ഞാൻ കണ്ടു. ഗുകേഷ് പിന്നെ മാഗ്നസ് കാൾസിനെ പരാജയപ്പെടുത്തിയപ്പോ ഇത് കോൺഗ്രസ് ആയിരുന്നെങ്കിൽ ഒരുപക്ഷെ ചോദിക്കും, ട്രോളാണ്, ഗുകേഷിന്റെ എത്ര കാലാൾ നഷ്ടപ്പെട്ടു എന്ന്. അതാണോ അവിടെ പ്രധാനം, അവിടെ ജയിച്ചോ എന്നുള്ളതാണ്. അത് നമ്മളുടേതൊന്നും ഇത് എൻറ്റയർലി ഫുൾ പ്രൂഫ് ആയിട്ടുള്ള, ഒരിക്കലും ഡിസ്ട്രക്ഷൻ പ്രൂഫ് ആയിട്ടുള്ള, ഇത് അൺബ്രേക്കബിൾ എന്ന് പറഞ്ഞ് കിട്ടുന്ന സാധനമൊന്നുമല്ല. അപ്പൊ അതിലല്ല നമ്മൾ ഫോക്കസ് ചെയ്യുന്നത്. നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത് ഇവിടെയാണ് എന്നുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് ഞാൻ പറഞ്ഞത്. അവിടെ അതിന് സാധിക്കാതെ വരുന്നത് കൊണ്ട് നമ്മുടെ നാട്ടിലുള്ള മതപരമായിട്ടുള്ള പല താല്പര്യങ്ങളുടെ അടിസ്ഥാനത്തിൽ പല ആൾക്കാർക്കും ഇങ്ങനെയുള്ള ഒരു യൂണിവേഴ്സൽ ബ്രദർഹുഡ് ഉണ്ട് എന്ന തിരിച്ചറിവിന്റെ അടിസ്ഥാനത്തിൽ അവരെ ഒപ്പം നിർത്തുന്നതിന് വേണ്ടി ഈ ഒരു വിക്ടിം കാർഡ് ഇറക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇവർ ശ്രമിക്കുക. അതുകൊണ്ട് ഓൾ ഐസ് ഓൺ റഫ എന്നിവർ പറയും. പക്ഷേ ഒക്ടോബർ 7 നടക്കുന്ന സമയത്ത് ഓൾ ഐസ് ഓൺ ദാറ്റ് മ്യൂസിക് ഫെസ്റ്റിവൽ എന്ന് പറയില്ല. കാരണം അത് നിങ്ങൾ കാണില്ല. ആ സമയത്ത് നിങ്ങളുടെ കണ്ണുകൾ അന്ധമാണ്, നിങ്ങളുടെ ചെവികൾ ബധിരമാണ്, ആ സമയത്ത് നിങ്ങളുടെ നാവുകൾ ചലിക്കില്ല. അതിന് കൃത്യമായിട്ടുള്ള ഒരു ഡിസൈൻ ഉണ്ട്. തീവ്രവാദത്തെ പ്രോത്സാഹിപ്പിക്കുന്ന ഏതൊരാളും തീവ്രവാദി തന്നെയാണ്. നിങ്ങളുടെ കയ്യിൽ തോക്കില്ല എന്ന് മാത്രമേ ഉള്ളൂ എന്ന് പറയാം. തീർച്ചയായും ഇസ്രായേലിന്റെ പക്ഷത്ത് ഒരുപാട് ഫൂട്ടേജസും വീഡിയോ ദൃശ്യങ്ങളും ഒക്കെ ഉള്ളത് കൊണ്ടാണ് ലോകം ഒന്നാകെ ജൂതവിരുദ്ധതയുടെ പേരിൽ ഇസ്രായേലിനെ ഒറ്റപ്പെടുത്തുമ്പോൾ ഇസ്രായേലിനെ പിടിച്ചു നിൽക്കാൻ സാധിക്കുന്നത്. എന്തായാലും പ്രൂഫുകളൊക്കെ പുറത്ത് വന്നുകൊണ്ടേയിരിക്കും. എന്തായാലും നമ്മളെല്ലാം സിവിലിയൻസിനൊപ്പം തന്നെയായിരിക്കും. അതിൽ കുട്ടികൾ മരിക്കണമെന്ന് മനുഷ്യത്വമുള്ള നമ്മൾ ആരും ആഗ്രഹിക്കില്ല. പക്ഷെ ഇവിടെ ഈ കളിക്കുന്ന ഇൻബിറ്റ്വീൻ ഈ എന്താ പറയുക, ഞങ്ങളുടെ നാട്ടിലെ ആൾക്കാരൊക്കെ ചത്തോട്ടെ, പക്ഷെ ഞങ്ങൾക്ക് ജൂതന്മാർ ചാവുന്നത് കൂടി കാണണമെന്ന് വിചാരിക്കുന്ന ഈ പൊളിറ്റിക്കൽ ട്രിക്കുകൾ എന്തായാലും എക്സ്പോസ് ചെയ്യപ്പെടേണ്ടതുണ്ടെന്ന് ഞാൻ മനസ്സിലാക്കി.